الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, അൽ മുസ്ലിം മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിർ മൻ ഹാജറ മാ നഹ അല്ലാഹു അൻഹു മുത്തഫഖൻ അലൈഹി. മുസ്ലിമും മുഹാജിറും ആരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചയാളും, മുഹാജിർ എന്നാൽ ഹിജ്റ പോയ ആളും എന്നാണ് പൊതുവെയുള്ള അതിന്റെ നിർവചനം. ഇത് നമുക്കറിയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറച്ചുകൂടി വിശാലമായി അതിന്റെ നിർവചനം നൽകുകയാണ്, അതിനെ വിശദീകരിക്കുകയാണ്. മുസ്ലിം എന്നാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഏതൊരാളാണോ അയാളിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ അയാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതരാണ് എങ്കിൽ അയാളാണ് യഥാർത്ഥ മുസ്ലിം. എൻ്റെ കൈകൊണ്ടും നാവുകൊണ്ടും മറ്റു മുസ്ലിങ്ങൾക്ക് ഷർറ് ഉണ്ടാകരുത്. ഇങ്ങനെ ഉണ്ടായാൽ ഒരു യഥാർത്ഥ മുസ്ലിമാണ് ഞാൻ എന്ന് പറയാൻ സാധിക്കില്ല. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദ്ദേശം. കൈകൊണ്ടും നാവുകൊണ്ടുമുള്ള ഷർറ് എന്താണെന്നറിയാം. കൈകൊണ്ടുള്ളത് കയ്യേറ്റം, അതിക്രമം പോലുള്ളത് തന്നെയാണ്. എന്നാൽ നാവ് കൊണ്ടുള്ളത് ഇത് ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം. പരിഹാസം, അതുപോലെ അവഹേളനം, വ്യക്തിഹത്യ, അതുപോലെ തന്നെ അഭിമാനം ക്ഷതപ്പെടുത്തൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഷർറുകൾ അവരുടെ നാവ് കൊണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പിന്നാരി മനുഷ്യന്റെ നാവ് സമ്പാദിക്കുന്നത് കൊണ്ടല്ലാതെ നരകത്തിൽ മുഖം കുത്തി അവൻ വീഴ്ത്തപ്പെടുമോ എന്നാണ്. നാവ് സമ്പാദിക്കുന്നതെന്ന ഉദ്ദേശം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ നാവ് കൊണ്ടുണ്ടാകുന്ന ഷർറുകളെ സൂക്ഷിക്കാതെ പരദൂഷണം, പരിഹാസം, കളവ്, ഏഷണി, അതുപോലെ ഉള്ള നാവ് കൊണ്ട് എന്തൊക്കെ ഷർറുണ്ടോ ഇതൊന്നും സൂക്ഷിക്കാതെ ഒരാൾ പോയാൽ, അതിലൊക്കെ പോയി ഒരാൾ പെട്ടാൽ അയാൾ നരകത്തിൽ അത് വീഴ്ത്തപ്പെടാൻ അത് മാത്രം മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നാവിന്റെയും കൈയുടെയും ഷർറ്, അതിൽ തന്നെ നാവിന്റെ ഷർറാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളയാളാണ് മുസ്ലിം, യഥാർത്ഥമായിട്ടുള്ള മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മുഹാജിർ, ഇനി മുഹാജിർ ആരാണ്? നമുക്കറിയാം, സ്വന്തം നാടും പിറന്ന വീടും അതുപോലെ തന്നെ ബന്ധുക്കളെയും സമ്പത്തും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടവരാണ് മുഹാജിറുകൾ. അവരുടെ ത്യാഗത്തിന് തുല്യം വെക്കാൻ, പകരം വെക്കാൻ മറ്റൊരു ത്യാഗവും ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മൾ കണ്ടുവന്നു വരില്ല. അങ്ങനെയുള്ള മുഹാജിറുകൾ, ആ മുഹാജിറുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആരാണ് യഥാർത്ഥ മുഹാജിർ? മൻ ഹജറ മാ നഹ അല്ലാഹു അൻഹു, അള്ളാഹു വിലക്കിയതിൽ നിന്നും ഹിജ്റ പോയാൽ, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയതിനെ കൈയൊഴിച്ചയാൾ. അള്ളാഹു ഒരു കാര്യം വിലക്കിയിട്ടുണ്ട്, ചെയ്യരുത്, അതുപോലെ തന്നെ കൈയൊഴിച്ചു. അങ്ങനെയുള്ളയാളാണ് യഥാർത്ഥ മുഹാജിർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള മുസ്ലിമും ഈ അർത്ഥത്തിൽ തന്നെയുള്ള മുഹാജിറുമായി തീരുവാൻ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.